ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യം. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ചൈനയിലെ ഒരു ഗ്രാമത്തിൽ യാങ്ചു എന്നൊരു ശില്പി ജീവിച്ചിരുന്നു. ഉണ്ടാക്കുന്ന ശില്പങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അയാൾ ഉപജീവനം കഴിച്ചു വന്നു. അയാളുടെ മകൻ വാങ്ലിക്ക് ശില്പമുണ്ടാക്കുന്നതിൽ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. മകനെ, നീയും ശില്പങ്ങളുണ്ടാക്കി ജീവിക്കണം എന്ന പിതാവിൻ്റെ ഉപദേശം അവൻ നിരസിക്കുകയും ചെയ്തു. നാളുകൾ കഴിയുന്നതിന് മുമ്പ് പിതാവ് മാരകമായ ഒരു രോഗം പിടിപെട്ട് കിടപ്പിലായി. മരിക്കുന്നതിന് മുൻപായി മകനെ അരികിൽ വിളിച്ച് യാങ്ചു ഇപ്രകാരം പറഞ്ഞു: മകനെ, നിന്റെ അച്ഛൻ്റെ മുറിയിൽ അളവറ്റ നിധിയുണ്ട്. അതെടുക്കാനുള്ള താക്കോൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അച്ഛൻ്റെ മരണശേഷം തൊഴിൽരഹിതനായ വാങ്ലി കൊടും ദാരിദ്ര്യത്തിലായി. മുറിയിൽ നിധിയുണ്ടെന്നല്ലേ അപ്പൻ പറഞ്ഞത്? എന്നിട്ടും ഞാൻ പട്ടിണി കിടക്കുന്നല്ലോ. മുറിയിൽ പരതി നോക്കിയപ്പോൾ പൂർത്തിയാകാത്ത ശില്പങ്ങളും പണിയായുധങ്ങളും മാത്രമേ അവൻ്റെ ദൃഷ്ടിയിൽ പതിച്ചുള്ളൂ. ഇവയാണോ അപ്പൻ പറഞ്ഞ നിധി? അവൻ ഒരു നിമിഷം ചിന്തിച്ചു. അപൂർണമായ ശില്പങ്ങളെ അവൻ തുറച്ചു നോക്കി. അവ അവനെയും തുറച്ചു നോക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. ഉളിയും മറ്റായുധങ്ങളും അവൻ കയ്യിലേന്തി. പൂർത്തിയാകാത്ത ശില്പങ്ങളിൽ അവൻ പണി ആരംഭിച്ചു. ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാക്കിയ ശില്പങ്ങൾ അവൻ ചന്തയിൽ കൊണ്ടുപോയി അനായാസേന അവ വിറ്റഴിഞ്ഞു. അച്ഛനെ പോലെ ശില്പങ്ങൾ ഉണ്ടാക്കി ഞാൻ ജീവിക്കുമെന്ന് അവൻ ദൃഢപ്രതിജ്ഞ എടുക്കുകയും ശില്പകലയെന്ന നിധി തൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ കൊണ്ട് അവൻ തുറക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന താലന്തുകൾ നാം മൂടി വെച്ചാൽ അവ ഒരു താലന്ത് മൂടി വെച്ച ദുഷ്ടദാസനെ പോലെ നമ്മെ മടിയരാക്കി തീർക്കാം. നമ്മുടെ താലന്തുകൾ വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ശബ്ദം കേൾക്കുവാൻ നമുക്കും സാധിക്കണം. പ്രയത്നം കൂടാതെ ആർക്കും വിജയിക്കുക അസാധ്യം. പ്രയത്നത്തോടൊപ്പം ആത്മവിശ്വാസവും നമ്മുടെ കൈമുതൽ ആയിരിക്കട്ടെ. നമ്മുടെ ആത്മവിശ്വാസം പൂവണിയണമെങ്കിൽ കർമ്മോത്സുകരായി നാം മുന്നേറണം. നമ്മുടെ സമസൃഷ്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ താലന്തുകളെ ദൈവനാമ മഹത്വത്തിനായിട്ട് ബുദ്ധിയോടെ വിനിയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ഒരു വർഷക്കാലം അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, താലന്തുകൾ വിനിയോഗിക്കുന്നതിൽ വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പുതിയ ഉടമ്പടിയോടുകൂടെ കർത്താവെ ഞങ്ങൾ പ്രവേശിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.